ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വല്ലാത്ത ബോറടി. എത്രയെന്ന് പറഞ്ഞാ ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. അല്ലാതെ വേറെന്ത് ചെയ്യാനാ? താൻ വേണമെങ്കിൽ നാളെ ഓഫീസിലേക്കൊന്ന് ഇറങ്ങും. സമയം പോവല്ലോ. ഓഫീസിലൊക്കെ ഇടയ്ക്ക് വരാം. ആളും ബഹളവും വഴക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥായത് ഇപ്പോഴല്ലേ. ഇവിടത്തെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുമില്ല. അമ്മാവനും അമ്മാവിയൊക്കെ ഉടനെ പോവും. അതല്ലെന്നേ, നമുക്ക് മാത്രായിട്ട് കുറച്ച് സമയം വേണ്ടേ? ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എങ്ങോട്ടേലും ഒരു യാത്ര പോയാലോ? ഹണിമൂണിനെ പറ്റിയാണോ താൻ പറയുന്നേ? എങ്കിലതേ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സത്യം? പിന്നെ അല്ലാതെ. വിവാഹോ ഞാൻ കരുതിയ പോലെ ഒന്നും നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടേ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് രണ്ടുപേർക്കും കൂടി വലിയൊരു ആഘോഷമാക്കാം. എന്താ? എങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടെ. എന്തിന്? ഇപ്പോഴേ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും 2 ആഴ്ച കഴിയും. 2 ആഴ്ചയോ? അതെ. 10 ദിവസത്തെ വ്രതം, അത് കഴിയുമ്പോ പൂജ, എല്ലാം കൂടി 2 ആഴ്ചയാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടന് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? അല്ല, എനിക്കില്ല, അതാ ചോദിച്ചത്. ഒരുമാതിരി പണ്ടത്തെ പരിപാടി. സിദ്ധനും ജ്യോത്സ്യനും കവടി നിരത്തലും വ്രതവും പൂജയും. ഇവിടെ എന്റെയോ തന്റെയോ വിശ്വാസത്തിന്റെ കാര്യമല്ല, അമ്മയുടെ കാര്യം വേണ്ട. അല്ലെങ്കിൽ വേണേ വ്രതം പിടിക്കാതിരിക്കായിരുന്നു. പക്ഷേ അതങ്ങനല്ല. ഒരുപാട് സ്വപ്നം കണ്ട എന്നെ അമ്മ വളർത്തിയത്. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ ഞാൻ സ്വയം തീരുമാനമെടുത്ത് അത് നടത്തി. അതിന്റെ വിഷമം അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പാവം. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ ഒരുമിച്ചപ്പോ നമ്മൾ ഹാപ്പിയല്ലേ? അതുപോലെ തന്നെ അമ്മയുടെ സന്തോഷത്തിന് ഞാനിത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. വെറും 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് ഉടനെ അങ്ങ് പോവും. പിന്നെ എവിടെ വേണേലും പോവാലോ. അതുവരെ നമുക്ക് 2 മുറിയിലായിട്ട് കഴിയാം. എന്തേ? എല്ലാം ചേട്ടൻ പറയുന്ന പോലെ. ഒരമ്മയും മോനും ശരിയാക്കി തരുന്നുണ്ട് ഞാൻ.